സ്റ്റാർട്ടപ്പുകൾ ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ചിലപ്പോൾ ഭ്രാന്തൻ ആശയങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, പിന്നെ ഒരു ലോട്ടറി പോലെ ഭാഗ്യത്തിന്റെ ഒരു കളി അല്ലേ? പക്ഷേ സംരംഭകത്വം എന്നു പറയുന്നത് ശരിക്കും വെറുമൊരു ഭാഗ്യപരീക്ഷണം മാത്രമാണോ? അതോ വിജയത്തിലേക്ക് കൃത്യമായൊരു വഴിയുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ശരി, അപ്പൊ നമുക്ക് ഈ ധാരണയൊന്ന് പൊളിച്ചെഴുതാം. പലരും വിചാരിക്കുന്നത് പോലെ സംരംഭകത്വം എന്ന് പറയുന്നത് മൊത്തത്തിലൊരു കൺഫ്യൂഷനും ലക്കും എന്തോ ഒരു ഗട്ട് ഫീലും ഒന്നുമല്ല. മറിച്ച് ബിൽ ഓലേറ്റിനെ പോലെയുള്ള വിദഗ്ധർ പറയുന്നത് ഇതൊരു പ്രോസസ്സാണെന്നാണ്. കൃത്യമായ അച്ചടക്കത്തോടെ ഒരു ശാസ്ത്രം പോലെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്ന്. അപ്പോ ഈ പുതിയ ചിന്താരീതി വരുന്നത് എവിടെ നിന്നാണെന്നല്ലേ? ലോക പ്രശസ്തമായ MITയിലെ ബിൽ ഓലെറ്റ് വികസിപ്പിച്ചെടുത്തൊരു ഫ്രെയിംവർക്കാണ് ഇതിനു പിന്നിൽ. സത്യം പറഞ്ഞാൽ ഇതൊരു പുതിയ പ്ലേബുക്ക് തന്നെയാണ്. അപ്പോൾ ഒരു സംശയം വരാം, ഇങ്ങനെയുള്ള ചിട്ടകളും നിയമങ്ങളുമൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ഇല്ലാതാക്കില്ലേ? ഒരിക്കലുമില്ല. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് കൃത്യമായ ഒരു ദിശാബോധം നൽകുകയാണ്. പരാജയപ്പെടാനുള്ള സാധ്യതകൾ കുറച്ച് വിജയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ട്രാക്ക്. അപ്പോ എന്താണ് ഈ പറയുന്ന പ്രധാന കർമ്മ പദ്ധതി? വിജയത്തിലേക്കുള്ള ആ വഴികാട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് അത് നിങ്ങളുടെ ഉപഭോക്താവിനെ അറിയുക എന്നതാണ്. പക്ഷെ ഒരു മിനിറ്റ്, എല്ലാവരുമല്ല കേട്ടോ, വളരെ ചെറിയ പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരു വിഭാഗം. അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. ഈ തുടക്കത്തിലെ ഫോക്കസ് പോയിന്റിനെയാണ് നമ്മൾ ബീച്ച് ഹെഡ് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. എല്ലാത്തിന്റെയും തുടക്കം അവിടെ നിന്നാണ്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ മാർക്കറ്റിലുള്ളതിനേക്കാൾ ഒരിത്തിരി കൂടി മെച്ചപ്പെട്ടാൽ മതിയോ? പോരാ, ഒരിക്കലും പോരാ. ആളുകൾ അവരുടെ നിലവിലെ ശീലങ്ങളൊക്കെ മാറ്റി നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ ചുരുങ്ങിയത് 10 ഇരട്ടിയെങ്കിലും മികച്ചതായിരിക്കണം. അതെ, 10x ബെറ്റർ. ഈ ഒരു ആശയം മനസ്സിലുറപ്പിച്ചോളൂ. ശരി, അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സൂപ്പർ കസ്റ്റമർ സെഗ്മെന്റ് ഉണ്ട്, ഒരു 10x പ്രോഡക്റ്റുമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായോ? നമ്മുടെ ഈ കിടിലൻ ഐഡിയ ഒരു വലിയ ബിസിനസ്സാക്കി മാറ്റാൻ മാത്രം ഈ മാർക്കറ്റ് വലുതാണോ? അതാണ് നമ്മൾ അടുത്തതായി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെയാണ് TAM, SAM, SOM എന്നൊക്കെയുള്ള ചില വാക്കുകൾ വരുന്നത്. കേട്ട് പേടിക്കേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. TAM എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിന് സാധ്യതയുള്ള ഏറ്റവും വലിയ മാർക്കറ്റ്. SM എന്ന് വെച്ചാൽ അതിൽ നമുക്ക് സേവനം കൊടുക്കാൻ പറ്റുന്ന ഭാഗം. SOM ആണെങ്കിൽ തുടക്കത്തിൽ നമുക്ക് റിയലിസ്റ്റിക്കായി പിടിച്ചെടുക്കാൻ കഴിയുന്ന മാർക്കറ്റിന്റെ ആ ചെറിയൊരു ഭാഗം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അവസരം എത്ര വലുതാണെന്ന് അളക്കാനുള്ളൊരു ടൂളാണിത്. അങ്ങനെ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, ബിസിനസ് മോഡൽ. ഇവിടെ നമ്മുടെ ഫോക്കസ് കസ്റ്റമറുടെ പ്രശ്നത്തിൽ നിന്ന് മാറി എങ്ങനെ പണമുണ്ടാക്കാം എന്നതിലേക്ക് വരുന്നു. എങ്ങനെ വിലയിടും, എങ്ങനെ ഉപഭോക്താവിലേക്ക് എത്തും, അതിനോടൊപ്പം തന്നെ ആളുകളിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രവർത്തിക്കുന്ന ഒരു വേർഷൻ, അതായത് MVP നമ്മൾ പുറത്തിറക്കുന്നു. ഇനി അവസാന ഘട്ടം, വളർച്ച. ഇവിടെ നമ്മുടെ ലക്ഷ്യം ഒന്നുമാത്രം, ബിസിനസ് വലുതാക്കുക, സ്കെയിൽ ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ഉപഭോക്താക്കളിലേക്ക് എത്താൻ പുതിയ തന്ത്രങ്ങളുണ്ടാക്കണം. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു സിസ്റ്റമാറ്റിക് രീതിയിലേക്ക് മാറ്റണം. പിന്നെ ഏറ്റവും പ്രധാനമായി കിട്ടുന്ന ഡാറ്റ വെച്ച് നിരന്തരം നമ്മുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു സംരംഭത്തിന്റെ വിജയത്തിന് ഉറപ്പുള്ള ഒരു അടിത്തറ കൊടുക്കുന്നത് ഈ ഘടനയും അച്ചടക്കവുമാണ്. ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ ചിറകരിയാനല്ല, നേരെ മറിച്ച് ആ ക്രിയേറ്റിവിറ്റിക്ക് പറന്നുയരാൻ വേണ്ട ഭദ്രമായൊരു റൺവേ ഒരുക്കിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. വിജയകരമായ സംരംഭങ്ങൾ ഉണ്ടാകുന്നത് ആശയക്കുഴപ്പത്തിൽ നിന്നല്ല, മറിച്ച് ഘടനാപരമായ ആവർത്തിച്ചു മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രക്രിയയിൽ നിന്നാണ്. ഓർക്കുക, വിജയമെന്ന് പറയുന്നത് ഒരു ലോട്ടറിയല്ല, അത് നമ്മൾ പടിപടിയായി കെട്ടിപ്പടുക്കുന്ന ഒന്നാണ്. അപ്പോ ഈ അച്ചടക്കം കൊണ്ട് നമുക്കെന്താണ് ഗുണം? സിമ്പിളാണ്. ഇത് റിസ്ക് കുറയ്ക്കും, നമ്മുടെ വലിയ സ്വപ്നങ്ങളെ ചെയ്തു തീർക്കാൻ പറ്റുന്ന ചെറിയ സ്റ്റെപ്പുകളാക്കി മാറ്റും. നിങ്ങൾ സ്വന്തമായൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു വലിയ കമ്പനിക്കുള്ളിലിരുന്ന് പുതിയ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ശരി, ഈ ഒരു സമീപനം നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോ നമ്മൾ ഇതുവരെ കണ്ട ഈ ഫ്രെയിംവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? നിങ്ങളുടെ മനസ്സിലുള്ള ആ വലിയ ആശയത്തെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇന്ന് ഈ നിമിഷം നിങ്ങൾക്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എന്നാൽ ഏറ്റവും അച്ചടക്കമുള്ള ആദ്യത്തെ ചുവട് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ.